അസ്സലാമു അലൈക്കും. അബ്ദുൽ കാസർഗോഡാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഈ വീഡിയോ തികച്ചു ഒന്ന് കേൾക്കണം. കാരണം നമ്മുടെ പ്രവാചകൻ്റെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. നബിദിനം ആഘോഷിക്കണോ, അല്ലെങ്കിൽ നബിദിനം ആഘോഷിക്കാൻ കിതാബിലുണ്ടോ, ഹദീസിലുണ്ടോ, ഇങ്ങനെ ഒരുപാട് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിപ്പോൾ ഇത് ഹദീസിലുള്ളതോ അല്ലെങ്കിൽ കിതാബിലുള്ളതോ അതല്ല ഇവിടെ എൻ്റെ ചർച്ചാ വിഷയം. ഞാനിതെൻ്റെ നിഷ്പക്ഷപരമായിട്ടുള്ള നിഷ്പക്ഷമായ എൻ്റെ സ്വന്തം മനസ്സിന് തോന്നുന്ന ഒരു അഭിപ്രായം ഞാൻ പ്രകടിപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കത് വേണമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. സഹോദരന്മാരെ, എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ നബിദിനാഘോഷം കൈക്കൽ ഹദീസിലുണ്ടോ, അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞോ, അല്ലെങ്കിൽ മുൻകാലങ്ങളിലുള്ള പ്രവാചകന്മാർ ആരെങ്കിലും ചെയ്തിനോ, ആരെങ്കിലും ജന്മദിനാഘോഷം ആഘോഷിച്ചിരുന്നു എന്നൊക്കെ ചർച്ച വിഷയമാണ്. അപ്പം അതല്ലേ ഇവിടെ പ്രശ്നം. പ്രവാചകൻ എന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലത്തെ ഒരാളെ അല്ലാഹു തആല മനുഷ്യവർഗത്തിൽ പഠിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അത് നിങ്ങളിത് ഓർമ്മ വെക്കുക. ലാസ്റ്റ് അതിൻ്റെ ബാക്കി ഞാൻ പറയാം. അപ്പോൾ ഈ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അഭിപ്രായം ഞാൻ പറയുന്നത്, എൻ്റെ സ്വന്തം അഭിപ്രായം ഞാൻ പറയാം. ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറയാണ്. യഥാർത്ഥത്തിൽ ഈ ഹദീസിലുള്ളോ അല്ലെങ്കിൽ കിതാബിൽ പറഞ്ഞോ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്തിനോ അതല്ല ഇപ്പോൾ ചർച്ച വിഷയം. നമുക്കിപ്പോൾ ഇന്ന് വേണ്ടെങ്കിൽ പുതിയ തലമുറകൾക്ക് പ്രവാചകനെ പറ്റി അറിയണമെങ്കിൽ ഇനി ചില ഉദാഹരണം പറയാം. അതായത് മഹാത്മാഗാന്ധി മരിച്ചിട്ട് കാലങ്ങൾ കുറയായി. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറക്ക് അറിയില്ല ഈ മഹാത്മാഗാന്ധി ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു. അതറിയണമെങ്കിൽ മഹാത്മാഗാന്ധിൻ്റെ ജന്മദിനമോ അല്ലെങ്കിൽ മരിച്ച ദിനമോ കൊല്ലപ്പെട്ട ദിനമോ നമ്മൾ ആഘോഷിക്കുമ്പോൾ സ്മരിക്കുമ്പോൾ എല്ലാവരും കൂടിയെന്ന് അതുപോലെ തന്നെ ജനങ്ങൾ ആ ആൾ എന്ത് ചെയ്തു എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ അംബേദ്കറാണ് ഇന്ത്യൻ്റെ ഭരണഘടന എഴുതിയത് എന്ന് ഇപ്പോഴത്തെ തലമുറക്ക് അറിയണമെങ്കിലോ അംബേദ്കറിൻ്റെ ഒരു ദിവസം വരുമ്പോൾ അംബേദ്കറുമായിട്ട് സ്മരണ പുതുക്കാൻ വേണ്ടിയിട്ട് ഒരു മീറ്റിങ്ങോ കാര്യങ്ങളോ വിളിച്ചു കൂട്ടിയിട്ട് അതിൻ്റെ അന്നത്തെ ചർച്ചാ വിഷയമാകുമ്പോൾ അംബേദ്കറാണ് ഇന്ത്യൻ്റെ ഭരണഘടന എഴുതിയത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നെഹ്റു എന്നെങ്കിൽ ഇന്ത്യൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ. ആ ഒരു ദിവസം വരുമ്പോൾ എന്താവും, നെഹ്റുവിൻ്റെ ഒരു ദിവസം നമ്മൾ സ്മരിക്കുമ്പോൾ നെഹ്റു ആയിരുന്നു ആദ്യത്തെ പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ തലപ്പത്തുണ്ടായ ആൾ ഇന്ന കാര്യങ്ങളൊക്കെ നേതൃത്വം കൊടുത്തിരുന്നു എന്നിയപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി വരും ഈ പുതിയ തലമുറ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ഈ ഇന്ത്യൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം വരുമ്പോൾ അദ്ദേഹത്തെ പറ്റി ചർച്ച ചെയ്യുമ്പോഴാണ് ഇന്നത്തെ പുതിയ തലമുറ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു അബ്ദുൽ കലാം ആസാദ് വരുന്ന ഒരാളുണ്ടായി രാജ്യത്തിന് വേണ്ടി പോരാടിയ ആൾ, അദ്ദേഹമായിരുന്നു ആദ്യത്തെ ഇന്ത്യൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് അയാളങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്തിയെന്ന്, എന്തിൻ്റെ കാരണത്തിൽ എത്തിയെന്ന് മനസ്സിലാക്കുമ്പോൾ അമ്മ സ്മരിക്കുന്ന സമയത്താണ് മനസ്സിലാവാറ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ശ്രീനാരായണ ഗുരു ജയന്തി എന്ന് പറയുന്നത്, ആ ശ്രീനാരായണ ഗുരു ജയന്തി എന്ന് പറയുന്ന ദിവസം അങ്ങ് സ്മരിക്കാൻ ഒരു റാലിയൊക്കെ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ ഈ ശ്രീനാരായണ ഗുരു എന്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് ഇപ്പോഴത്തെ പുതിയ തലമുറ ആ ചർച്ച ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ, അതുപോലെ തന്നെ മറ്റ് പല ആളുകൾ, ഒരുപാട് ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ എല്ലാം അവരെ ഒരു ദിവസം വരുമ്പോൾ നമ്മളതിന് ഒരു റാലിയൊക്കെ നടത്തിയിട്ട് ഇന്നത്തെ പുതിയ തലമുറക്ക് അങ്ങനെയാണ് ഈ മുൻകാലങ്ങളിൽ പല ആളുകളും ഉണ്ടായത്, ഇതിന് പ്രവർത്തിച്ചവർ എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് ഇവരെ ചട്ടമ്പി സ്വാമി അടുത്ത് നിന്ന് എത്തിക്കുന്നതല്ലേ ഞാൻ പ്രവാചകൻ. അതുപോലെ തന്നെ പ്രവാചകൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഈ സഹാബത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ ശേഷം ഈ നമ്മൾ ഇന്ന് കാണുന്ന കാവ്യമാർന്ന പുതിയ പണ്ഡിത നേതൃത്വങ്ങളൊക്കെ ഏറ്റെടുത്തതിന് ശേഷം ഇസ്ലാമിൽ മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസങ്ങൾ ഉറക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പുതിയ പുതിയ തീരുമാനങ്ങൾ ഇവർ കൊണ്ടുവന്നിരുന്നു. അത് കാലഘട്ടത്തിനനുസരിച്ച് അവർ ഉണ്ടാക്കിയതാണ്. കാരണം പ്രവാചകൻ്റെ കാലത്ത് ആരെങ്കിലും അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. കാരണം പിന്നെ ആഘോഷിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ
മുസ്ലിം സമുദായത്തിനെ സംഘടിപ്പിച്ച് ഒരു സ്റ്റേജൊക്കെ ഉണ്ടാക്കി അവിടെ ഒരു മാസമൊക്കെ വയർന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മാസമൊക്കെ മതപ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രവാചകൻ്റെ ഒരു മാസം റബീഉൽ അവ്വൽ ഫുള്ള് അല്ല സഫർ മാസം 10 മുതൽ തുടങ്ങി 10 തുടങ്ങിയാൽ റബീഉൽ 12 കൂടി ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു മാസം മതപ്രസംഗമൊക്കെ ഉണ്ടായ കാലഘട്ടം കണ്ടിട്ടുണ്ട്. അപ്പം മുൻകാലങ്ങളിലൊക്കെ പണ്ഡിതന്മാർ ഈ നബിദിനം കഴിക്കാൻ വേണ്ടിയുടെ സാഹചര്യം ഉണ്ടാക്കി വെച്ചാൽ ഇതുപോലെ ഒരു നാള് വരുമ്പോൾ പ്രവാചകനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോൾ നബി എന്തിനു വന്നിരുന്നു, നബി വന്നിട്ട് എന്തൊക്കെ പരിവർത്തനം ഈ ലോകത്തിൽ ചെയ്തിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാകാനാണ് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന് ഉദ്ദേശിച്ചെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്മരണ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പുതിയ തലമുറക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് യോജിച്ചത് തന്നെയാണ് ഈ നബിദിന റാലിയൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് മുൻകാലങ്ങളിൽ പണ്ഡിതന്മാർ ഇതിനൊക്കെ ഒരു നബിദിന റാലിയൊക്കെ നടത്താൻ വേണ്ടി അനുവാദം കൊടുത്തതും നടത്തിക്കൊണ്ട് പോരുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താ നബിദിന റാലി എന്തെങ്കിലും വെക്കും, നബിദിന ജന്മദിനാഘോഷം വെക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ മദ്രസയിലത്തെ കുട്ടികളൊക്കെ സംഘടിപ്പിച്ചിട്ട് അവർക്കൊക്കെ ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഇങ്ങനെ നബിദിനം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് കുട്ടികൾക്ക് സജ്ജമാക്കിയിട്ട് ഓരോ ആളുകൾക്ക് ഓരോ വിഷയങ്ങൾ കൊടുത്തിട്ട് പ്രവാചകൻ ചെയ്ത പല കാര്യങ്ങളെയും അവർക്കൊണ്ട് പ്രസംഗവും അതൊക്കെ ആക്കി സ്റ്റേജൊക്കെ കിട്ടിയിട്ട് അതിലൊക്കെ പ്രസംഗിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ പുതിയ തലമുറ ഇങ്ങനെ ഇസ്ലാമികപരമായിട്ട് കുറച്ച് വളർന്ന് വരാൻ വേണ്ടി പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ചെയ്തെന്നുള്ള യാഥാർത്ഥ്യം. കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പം എന്തിനാണ് അംഗനവാടി ഉണ്ടാക്കിയത്, എന്തിനാണ് നഴ്സറി സ്കൂൾ ഉണ്ടാക്കിയിട്ടുള്ളത്, എന്തിനാണ് 2 വയസ്സിലെ 2-3 വയസ്സിലെ കുട്ടികൾക്ക് മദ്രസയിൽ പഠിക്കാൻ പോകുന്നത്. കാലഘട്ടത്തിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യത്തിനും അതിൻ്റെ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതും അങ്ങനെ വേണ്ടി വരും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ പുതിയ മാറ്റങ്ങൾ വരുത്തുന്നുള്ളത്. ഇതൊന്നും കിതാബിൽ പറഞ്ഞു അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞു എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. കാലഘട്ടത്തിനനുസരിച്ച് സമൂഹത്തിനെ വാർത്തെടുക്കാൻ വേണ്ടി ചിലപ്പോൾ പുതിയ പരിഷ്കാരങ്ങളൊക്കെ വേണ്ടി വരും. അത് ശരീഅത്ത് നിയമത്തിന് എതിരല്ലാതെ രൂപത്തിലായിരിക്കണം. കാരണം ഇപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെയാണ് പണ്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് ആ രൂപത്തിലാണെങ്കിൽ നബിദിന റാലിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം പറഞ്ഞതിൻ്റെ കാരണം കഴിഞ്ഞ പ്രാവശ്യം നബിദിന റാലിയിൽ സ്ത്രീ കയറി വന്നിട്ട് ഡാൻസ് ആക്കുന്നത് റാലി അതുപോലെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കാണേണ്ടി വന്നു. അപ്പോൾ അങ്ങനത്തെ എന്തായി നമ്മളെ വിശ്വാസത്തിൻ്റെ ഭാഗത്തിൽ അങ്ങനെ വരും. അപ്പം മുൻകാലങ്ങളിൽ പണ്ഡിതന്മാർ എങ്ങനെയാണോ ഈ നബിദിന റാലിക്ക് വേണ്ടിയിട്ട് അനുവാദം കൊടുത്തതും നബിദിന റാലിയൊക്കെ നടത്തിയിരുന്നത് അത് ഇങ്ങനെ ഒരു മുസ്ലിങ്ങളുടെ ഇടയിൽ അതിൻ്റെ ഒരു നബിയുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാം കൂട്ടിയൊപ്പിക്കാനല്ല ഞാൻ പറയുന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞത് പ്രവാചകൻ്റെ അപ്പം പല ആളുകൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആദം നബിൻ്റെ ജന്മദിനം ആഘോഷിക്കണ്ട് അല്ലെങ്കിൽ മറ്റൊരുപാട് പ്രവാചകന്മാർ വന്നിട്ടുണ്ടല്ലോ അവരെ ആഘോഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവരോട് ഒക്കെ പറയാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രത്യേകിച്ച് ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ പണ്ഡിതന്മാർ അങ്ങനെ കണ്ടെത്താനുള്ള കാരണം എന്ന് വെച്ചെങ്കിൽ അള്ളാഹു താലാൻ്റെ അറസ് കുറിച്ച് കാണാൻ വേണ്ടി ആദം നബി അലൈഹി സ്വലാം പോയ സമയത്ത് അള്ളാഹു താലാൻ്റെ ആദം നബിയോട് പറഞ്ഞു കണ്ടില്ലേ, ആദം നബി ചോദിച്ചു എൻ്റെ പ്രശ്നം ഇതെന്ത് അർശിൻ്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എഴുതി വെച്ച് കാണുന്നു. അപ്പോൾ ഈ അള്ളാഹു താല കൊടുത്ത മറുപടി, ആദമേ ഈ മുഹമ്മദ് നിന്റെ മക്കളാൽ വരാൻ പോകുന്ന ഒരു പ്രവാചകനാണ്. ഈ മുഹമ്മദിനെ പടക്കാൻ ഞാൻ ഉദ്ദേശിച്ചില്ലായിരുന്നെങ്കിലോ നിന്നെ തന്നെ ഞാൻ പടക്കുമായിരുന്നില്ല, ഈ ലോകത്തിൻ്റെ പടക്കുമായിരുന്നില്ല എന്ന്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് മറ്റു പല ആളുകളെ പറ്റി ഉദാഹരണം ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ മനുഷ്യന്മാർക്ക് ഇങ്ങനെ ഒരു സമയം വരുമ്പോൾ അതിൻ്റെ ഒരു ആഘോഷ പരിപാടി പോലെ വെച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഇന്നത്തെ പുതിയ തലമുറക്ക് മനസ്സിലാക്കാനുള്ള പല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുള്ളത് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അള്ളാഹു തആല പറഞ്ഞ പോലെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരു ഉന്നതനായ ഒരാളാണ് ആര്? പ്രവാചകൻ. ആ പ്രവാചകനായതുകൊണ്ടാണ് ആ പ്രവാചകൻ്റെ മുഹമ്മദ് നബിൻ്റെ മാത്രം ജന്മദിനം ആഘോഷിക്കുന്നതിൻ്റെ പ്രത്യേക ഉദ്ദേശം അത് തന്നെയാണ്. അല്ലാതെ മറ്റുള്ള എല്ലാ പ്രവാചകന്മാരും എന്തുകൊണ്ട് ജന്മദിനം കഴിക്കുന്നില്ല എന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. പിന്നെ കിതാബിലുണ്ടോ അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞിരുന്നോ അല്ലെങ്കിൽ പല മുൻകാലങ്ങളിലായിരുന്നു കാണിച്ചു തന്നില്ലോ അവരുടെ കാലത്ത് അത് പറയുന്നതും ഇന്നത്തെ കാലത്തിലാക്കി യോജിക്കുന്ന കാര്യങ്ങളല്ല. കാരണം വെച്ചാൽ പണ്ട് കാലങ്ങളിൽ പള്ളിയിൽ മാർഗിട്ടാണോ നിസ്കരിച്ചത് അത് കിതാബിൽ പറഞ്ഞത്. അല്ലെങ്കിൽ പണ്ടത്തെ പള്ളികളിൽ മിനാരം ഉണ്ടായിരുന്നു, അതിൽ നിന്നിട്ട് അങ്ങനെയാണ് നമ്മൾ പള്ളി കെട്ടിയിരുന്നത്. അല്ലെങ്കിൽ 2 തട്ടും 3 തട്ടിൻ്റെ പള്ളിയായിരുന്നു നമ്മൾ കെട്ടിയിരുന്നുള്ളത്. ഇതെല്ലാം കിതാബിൽ പറഞ്ഞതാണോ? മനുഷ്യന് ആളുകൾ കൂടുതൽ സമയത്ത് നിസ്കരിക്കാൻ സൗകര്യം വേണ്ടി വരുന്നത് 2 തട്ടും 3 തട്ടും ചിലപ്പോൾ 4 തട്ടും ഒക്കെ ആക്കും. അപ്പോൾ ഇതൊന്ന് കിതാബിൽ പറഞ്ഞു എന്നുള്ളത് മനുഷ്യൻ്റെ ഉപകാരത്തിന് വേണ്ടുന്ന പല കാര്യങ്ങൾ ചെയ്യുന്നതിനോടുകൂടി തന്നെ മനുഷ്യരെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പുതിയ പരിഷ്കാരങ്ങൾ അത് കൂട്ടിച്ചേർക്കേണ്ടി വരും. കാരണം പരിഷ്കാരം ഇസ്ലാമിന് വിരുദ്ധമായതല്ല പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പം ഞാൻ ഈ മുന്നേ പറഞ്ഞ പോലെ ഇപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ
ഉണ്ടായിരുന്നത് വയറും അതും ഇതൊക്കെ വെച്ചിട്ട് ആണ് നമ്മൾ ബോധവൽക്കരണം നടത്തിയിരുന്നത്. അപ്പം അന്ന് ആ നബിദിന ആവശ്യത്തിനും കൂടി ഒരു പ്രസക്തിയും കൂടെ പ്രത്യേകിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ എന്താ വെച്ചെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ ഈ റോഡിൽ സ്ത്രീ പെൺകുട്ടികളും കൂടി ഇരുന്നിട്ട് ഡാൻസ് ആക്കുന്ന ഇടത്തേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതൊരു നബിദിന റാലി ആവുന്നുള്ള അഭിപ്രായം ഞാനും യോജിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ പുതിയ പുതിയ തലമുറക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഒരു പരിഷ്കാരം ഉണ്ടാക്കുകയും കാലഘട്ടത്തിനനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ ഇന്നത്തെ പോലെ പറഞ്ഞ് പ്രചരിപ്പിക്കും കാണിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സന്ദർഭത്തിലാണ് മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കയറുക എന്നുള്ളതാണ്. അതാത് ലോകത്തിലുള്ള ഒരു സംസ്കാരം തന്നെ ഇപ്പം അങ്ങനെയാണ്, പ്രചരണം കൊണ്ടാണ് എല്ലാവരും അറിയപ്പെടാറുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് കാരണം നമ്മൾ മുൻകാലങ്ങളിലൊക്കെ ഖുർആൻ പരിഭാഷ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രയധികം ഖുർആൻ നമ്മൾ പരിഭാഷാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാകും? ഇല്ലല്ലോ. എല്ലാ പള്ളി എത്തിച്ചു കൊടുക്കണം, ദാവത്ത് എത്തിച്ചു കൊടുക്കണം, എല്ലാവരും ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിവർത്തനം ഉണ്ടാക്കണമെന്ന്, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇത് പരിഭാഷ ഇറക്കണമെന്ന് ഇല്ല. അപ്പം അങ്ങനെ അതുകൊണ്ടാണല്ലോ ഈ പിന്നെ പണ്ഡിതന്മാർ ഇംഗ്ലീഷിലേക്കും മറ്റുള്ള പല ഭാഷകളിലേക്കും ഖുർആനെ പരിഭാഷ ചെയ്യാനും അവർക്ക് വായിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ട് അതിലൊക്കെ ഹദീസിൽ മുന്നേ പറഞ്ഞതാ അല്ല. പരിവർത്തനം ചെയ്യുന്ന സമയത്ത് ഒരുപാട് എതിർത്ത ആളുകളുണ്ട്, പാടില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ടല്ലേ ലോകത്ത് ഇംഗ്ലീഷുകാർക്ക് എങ്ങനെ ഇസ്ലാം മതത്തിലേക്ക് വന്ന് അപ്പറല്ലേ അവർക്ക് വായിക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എന്ന പോലെ ഏതൊരു കാര്യം പ്രചരിപ്പിക്കുന്ന സന്ദർഭത്തിലും അതിന് മറ്റുള്ള ജനങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ ഹൃദയത്തിലേക്ക് കയറണമെങ്കിൽ കണ്ടുകൊണ്ട് കണ്ടിട്ടും കൂടി ഹൃദയത്തിലേക്ക് വിശ്വാസത്തിലേക്ക് ഉറച്ചു വരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു പ്രചരണം ആവശ്യമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നുള്ളത്, ഇന്നത്തെ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു അള്ളാഹുവിൻ്റെ റസൂൽ എന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ഉന്നതരെന്ന് പറഞ്ഞാൽ ഞമ്മ മാത്രമല്ല, മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന അമേരിക്കൻ്റെ ഒരു യുവ നിരീക്ഷകൻ പറഞ്ഞു കണ്ടില്ലേ, 101 ഞാൻ തിരഞ്ഞെടുത്തിട്ട് എനിക്ക് ഏറ്റവും ഉന്നതനായിട്ട് കിട്ടിയത് മുഹമ്മദ് നബിക്ക് ആ സമ്മാനം കൊടുത്തത്. ചോദിച്ചവൻ പറഞ്ഞതെന്നറിയോ, ലോകത്ത് മനുഷ്യനെ സൃഷ്ടിച്ച കൂട്ടത്തിൽ, മനുഷ്യൻ ചെയ്ത പരിവർത്തനത്തിൻ്റെ കൂട്ടത്തിൽ, മനുഷ്യൻ ചെയ്ത പിന്നെ ജനങ്ങളുടെ ഇടയിൽ കൊടുത്ത പരിഷ്കാരത്തിൻ്റെ കൂട്ടത്തിൽ എല്ലാം യോജിച്ചുകൊണ്ട് 10-23 വർഷം കൊണ്ട് ഒരു ലോകം അവസാനിക്കുന്നവരക്കും ഇന്ന് പിന്നെ എങ്ങനെ മനുഷ്യൻ ജീവിക്കണമെന്ന് കാണിച്ചു തന്നത്. അത് അയാൾ മരിച്ചിട്ട് പോയിട്ട് 1400 കൊല്ലം കഴിഞ്ഞു. അന്ന് പറഞ്ഞത് 1450 കൊല്ലം കഴിഞ്ഞ് ഇന്നും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യന് മരിച്ചുപോയ കൂട്ടത്തിൽ ഇപ്പോൾ ഇവിടെ നിലവിൽ ആരുമില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് 1ാം സമ്മാനം കൊടുക്കാൻ കാരണം. അപ്പം വായിച്ചറിയുമ്പോഴാണല്ലോ, കണ്ടറിയുമ്പോഴാണല്ലോ ഒരാളെ പറ്റി സംഗതി മനസ്സിലാകുന്നത്. അപ്പം നബിദിന റാലി പോലത്തെ അതൊക്കെ ആവശ്യം തന്നെയാണ്. അതിൻ്റെ എനിക്ക് എതിർക്കുന്ന സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ പ്രചരണം കൊണ്ട് ഞാൻ പറഞ്ഞു, ഈ നബിദിന റാലി വേണ്ട എന്ന് പറയുന്ന ആൾ തന്നെ ജനങ്ങൾക്ക് അറിയുന്നത് എങ്ങനെയാണ്? ഒരു മൈക്രോഫോണിൻ്റെ മുന്നിൽ നിന്നിട്ട് അയാൾ നബിദിന റാലി വേണ്ട എന്ന് പറയുമ്പോൾ ആ ആളായിരുന്നു ജനങ്ങൾ മനസ്സിലാക്കി. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കാരണം പ്രചരണം തട്ടില്ല അങ്ങനെയാണ് ജനങ്ങൾ ഒരാളെ അറിയപ്പെടുന്നത് തന്നെ പലതും അറിവുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നബിദിന റാലി പോലത്തെ കാര്യങ്ങൾ ആവശ്യം തന്നെയാണ്. അപ്പോഴാണ് കുട്ടികൾക്ക് കഴിഞ്ഞ് മദ്രസയിൽ അങ്ങനത്തെ ചർച്ചാ വിഷയമാക്കിയിട്ട് കുട്ടികൾക്ക് ഒരു പരിപാടി കലാപരിപാടിയൊക്കെ ആക്കിയിട്ട് പ്രവാചകനും സഹാബത്തിനും ഇസ്ലാമിക ചരിത്രങ്ങളൊക്കെ പഠിക്കാനും പറയാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആവശ്യമാണ്. അതുകൊണ്ട് നബിദിന റാലി എതിർക്കുന്നവരും എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ കാലഘട്ടം മനസ്സിലാക്കിയിട്ട് പോകണം നിങ്ങൾ ഇത് വാദപ്രതിവാദം നടത്താൻ. അല്ലാതെ കണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ കിതാബ് പറഞ്ഞു ഹദീസിൽ പറഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ പുതിയ തലമുറ വരുമ്പോൾ അതിനെ പരിഷ്കരിച്ച് നമുക്ക് ഇസ്ലാമിലേക്ക് ചിട്ടയിലൊക്കെ കൊണ്ടുവരാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിനനുസരിച്ചിട്ട് ഇസ്ലാമിന് എതിരല്ലാതെ രൂപത്തിൽ, അതുപോലെ റോഡ് ബ്ലോക്ക് ആക്കാതെ കണ്ട് അതവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ വലിയ പ്രായം തന്നെ കുട്ടികളെ ഒന്നും പങ്കെടുപ്പിക്കാതെ കണ്ട് നല്ല ചട്ടക്കൂട്ടിട്ട് മുൻകാലങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മതപ്രസംഗം കയറ്റി പിന്നെ നബിദിന റാലി നടക്കുന്നത് നല്ലത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ കണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വെറും ഒരു പാടിങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ വെച്ചുകൊണ്ട് പിന്നെ അവസാനം ഒരു പൊതി ചോറും കൊടുത്തിട്ടേറ്റ് പോകുന്ന ഒരു നബിദിന റാലി ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ വേണ്ട എന്നുള്ള അഭിപ്രായത്തിൽ കൂടി യോജിക്കുന്ന പോലെയാണ് ഞാൻ. അതുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പല പ്രചരണങ്ങളും പിന്നെ പരസ്യങ്ങളും ഇല്ലാതെ കണ്ടൊന്നും ഒരു സമൂഹത്തിനെ വളർത്തിയെടുത്താൻ പറ്റൂല. ഇന്നത്തെ കാലത്ത് നിർബന്ധമായിട്ട് ഈ നബിദിന റാലി പോലത്തെ ഇതൊക്കെ പരിപാടിക്ക് ആവശ്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതിൽ നിങ്ങൾ തെറ്റുവിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളെ പക്ഷം നിൽക്കുന്നതെന്നല്ല, ഇത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നത് നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞത് തെറ്റുവിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള രൂപത്തിൽ നിങ്ങൾ തിരുത്തി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ കടന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അല്ലാഹു തആല നമ്മളെല്ലാവരും ഹിദായത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.